ഹേ ബ്യൂട്ടിഫുൾ സോൾസ്. അങ്ങനെ നമ്മൾ ആനുവൽ വെക്കേഷൻ ആയിട്ട് നാട്ടിൽ പോവാണ് കേട്ടോ. രാവിലെ 3:30 ആയപ്പോഴേക്കും ലഗേജ് ഒക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾ വരും. 4 മണി ആയപ്പോഴേക്കും റെഡി ആയിട്ട് പുറത്ത് വന്നു. പതുക്കെ നടന്ന് പോർട്ടിൽ ചെന്നു. അപ്പോഴേക്കും നമ്മുടെ ബാക്കി ടീച്ചേഴ്സ് എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. യാത്രയാക്കാൻ വേണ്ടിയിട്ട് പ്രിൻസിപ്പാളും അഡ്മിൻ സ്റ്റാഫ്സും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് പോകാനുള്ള ലോഞ്ചൊക്കെ റെഡി ആയിരുന്നു. ഇനി നേരെ നമ്മൾ ഡൊമസ്റ്റിക് എയർപോർട്ടിലേക്കാണ്. ഏകദേശം 1 മന്താണ് ഈ വട്ടം നമുക്ക് ലീവ് ലഭിച്ചിട്ടുള്ളത്. അങ്ങനെ ഡൊമസ്റ്റിക് എയർപോർട്ടിലേക്കുള്ള ഐലൻഡിൽ എത്തിയപ്പോഴേക്കും പിക്കപ്പിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ടാക്സി ഒക്കെ റെഡി ആയിരുന്നു. ഇന്ന് ഡൊമസ്റ്റിക് എയർപോർട്ടിൽ നല്ല തിരക്കുണ്ട്. കാരണം എല്ലാ ടീച്ചേഴ്സും ട്രാവൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് പല ഐലൻഡുകളിൽ നിന്നുള്ള ടീച്ചേഴ്സ് എല്ലാവരും ട്രാവൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെക്കിനൊക്കെ കഴിഞ്ഞൊരു കാപ്പിയൊക്കെ കുടിച്ചു വന്നു. ഇനി 6:20 ഡൊമസ്റ്റിക് ഫ്ലൈറ്റ്. അങ്ങനെ സെക്യൂരിറ്റി ചെക്കിന് വേണ്ടിയിട്ടുള്ള ഒരു വെയിറ്റിംഗ് ആയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് നമ്മളുടെ ഫ്ലൈറ്റ് കുറച്ച് ഡിലേ ആണെന്നുള്ള കാര്യം. അങ്ങനെ നമ്മൾ വേഗം പോയിട്ട് സെക്യൂരിറ്റി ചെക്കിനൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഫ്ലൈറ്റിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഫ്ലൈറ്റ് ഡിലേ ആയപ്പോൾ കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം നമുക്ക് 9:25 നമ്മളുടെ ഇന്റർനാഷണൽ ഡിപ്പാച്ചർ. അങ്ങനെ നമ്മുടെ ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് ഒക്കെ വന്നു. ബോർഡിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. ഈ കാണുന്ന ചെറിയ ഫ്ലൈറ്റിലാണ് കേട്ടോ നമ്മൾ യാത്ര ചെയ്യുന്നത്. ഇനി എന്തായാലും നമുക്ക് കുറച്ച് ആകാശ കാഴ്ചകൾ, മാൽദീവ്സിന്റെ ആകാശ കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ചു വരാം. നമ്മുടെ ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തത് 7:40 കേട്ടോ. പിന്നെ ആകെ തിരക്കായിരുന്നു. മാൽദീവ്സ് ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ചെക്കിനും ഇമിഗ്രേഷനും സെക്യൂരിറ്റി ചെക്കിനും എല്ലാം ഒരൊറ്റ ക്യൂ ആണ്. സോ കുറേ നേരം കാത്തു നിന്നാലാണ് നമ്മളുടെ ആ ഒരു ഊഴം കിട്ടുള്ളൂ. അങ്ങനെ ഫൈനലി ഒരു 9:15 ആയപ്പോഴാണ് ഞങ്ങളുടെ സെക്യൂരിറ്റി ചെക്കിനൊക്കെ കംപ്ലീറ്റ് ചെയ്തത്. പിന്നെ നേരെ ആ ഒരു ശ്രീലങ്കൻ എയർലൈൻസിന്റെ അടുത്തേക്ക് എത്തിട്ടോ. നമ്മൾ ശ്രീലങ്ക വഴിയാണ് യാത്ര ചെയ്യുന്നത്. അങ്ങനെ 11:15 ആകുമ്പോഴേക്കും നമ്മൾ ശ്രീലങ്കയിലെത്തും. വലിയൊരു ഫ്ലൈറ്റ് തന്നെയായിരുന്നു. ധാരാളം ആൾക്കാരും ഉണ്ടായിരുന്നു കേട്ടോ. എവിടെ നിന്നോ വന്നൊരു കണക്ഷൻ ഫ്ലൈറ്റ് ആണ്. അങ്ങനെ നമ്മൾ 11:15 ആയപ്പോഴേക്കും ശ്രീലങ്കൻ എയർപോർട്ടിൽ കൊളംബോയിലെത്തി. ഇവിടെ ഏകദേശം ഒരു 2 മണിക്കൂർ ലേ ഓവർ ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു എയർപോർട്ടാണ് കേട്ടോ ഇത്. അതിൻ്റെ റീസൺ ഒന്നും കൃത്യമായിട്ട് പറയാൻ എനിക്ക് അറിയില്ല കേട്ടോ. കാരണം ഞാൻ ആദ്യമായിട്ട് മാൽദീവ്സിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ഇതിലേ ആയിരുന്നു ഞാൻ ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 7 മണിക്കൂറോളം ലേ ഓവർ എനിക്കിവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ എല്ലാവരും ചേർന്നിട്ട് ആ എയർപോർട്ടിലൂടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കാൻ വേണ്ടി, കാഴ്ചകളൊക്കെ കണ്ട് നടക്കാൻ വേണ്ടി തുടങ്ങി. ഷോപ്പിംഗ് ഏരിയയിലേക്കാണ് നമ്മൾ ആദ്യം പോയത്. ധാരാളം ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. ഈ ജംസിൻ്റെയും അതേപോലെ തന്നെ ധാരാളം കോഫി ഷോപ്പുകളും പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ അവരുടെ തനതായിട്ടുള്ള കുറേ പ്രൊഡക്റ്റുകൾ വിൽക്കുന്ന സ്ഥലങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതിലൂടെയൊക്കെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടന്നു, കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നടക്കുകയായിരുന്നു. പിന്നെ അതിനിടയിൽ നമ്മൾ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിലേക്ക് എത്തിച്ചേർന്നു. ഞാൻ ട്രാവൽ ചെയ്യുന്നതിന് മുമ്പ് കേട്ടിട്ടുണ്ടായിരുന്നു ഇവിടെയുള്ള, അതായത് കൊളംബോയിലെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ ധാരാളം ഓഫേഴ്സ് ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതൊക്കെ ഇങ്ങനെ നോക്കി കുറേ ഓഫേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാത്തിനും buy 1 get 1 അല്ലെങ്കിൽ buy 2 get 1 അങ്ങനെ പറഞ്ഞിട്ട് ധാരാളം ഓഫേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ ഡോളർ റേറ്റ്സ് ഒക്കെ വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ ഈ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിങ്ങനെ നടന്നു. പിന്നെ മറ്റൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ശ്രീലങ്കൻ എയർപോർട്ടിൽ INR ആക്സെപ്റ്റബിൾ ആണ് കേട്ടോ. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഒരു എന്താ പറയുക ATM കാർഡ് ഉണ്ടെങ്കിൽ, ഒരു ഡെബിറ്റ് കാർഡൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിച്ചുകൊണ്ട് ഇവിടുന്ന് പർച്ചേസ് ഒക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം ഇവിടെ INR അവരെടുക്കുന്നുണ്ട്. പക്ഷേ UPI നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല. പക്ഷേ ഈ കാർഡൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ ഈ ഒരു മദ്യത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിങ്ങനെ നടക്കുകയായിരുന്നു. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. ഞാനിതൊരു എന്താ പറയുക പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ ഇത് ആഡ് ചെയ്തിട്ടുള്ളത്. കണ്ട കാഴ്ചകൾ ആഡ് ചെയ്തു എന്ന് മാത്രം. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഏകദേശം 2 മണി ആയപ്പോഴേക്കും നമ്മളുടെ ചെക്കിനൊക്കെ ഫിനിഷ് ചെയ്ത് നമ്മൾ വീണ്ടും ആ ഒരു അടുത്ത ഫ്ലൈറ്റ് കയറി. കാരണം ഇനി നമുക്ക് നേരെ കൊച്ചിയിലേക്കാണ് പോകുന്നത്. 3:15 ആകുമ്പോഴേക്കും നമ്മൾ കൊച്ചിയിൽ ലാൻഡ് ചെയ്യും. അങ്ങനെ നമ്മൾ ഫൈനലി കൊച്ചിയിൽ ലാൻഡ് ചെയ്തു.
തൽക്കാലം ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.